ഹായ് നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 പുസ്തകങ്ങളാണ്. ആദ്യമേ പറയട്ടെ, ഫീൽ ഗുഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പുസ്തകമല്ല ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് 3ഉം ആഴത്തിലുള്ള കഥാപാത്രങ്ങളെ കാണിക്കുന്ന, അതിൻ്റെ നറേഷൻ ആണെങ്കിലും അവതരണമാണെങ്കിലും എല്ലാം വ്യത്യസ്തമായതാണ്. കൂടുതലും ചില സമയത്ത് നമുക്ക് തോന്നാം ഇത് നമ്മളെ വരെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ കഥാപാത്രങ്ങളും അതുപോലത്തെ സിറ്റുവേഷൻസും ഒക്കെ ക്യാരി ചെയ്യുന്ന കുറേ അധികം അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്ന തരത്തിലുള്ള നോവൽ ആണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ചുപ്പറോസയാണ്. ചുപ്പറോസ മനോരമ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 290 രൂപയാണ് ഈ പുസ്തകത്തിന് വില വന്നിരിക്കുന്നത്. ഇതിനകത്തെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് വളരെയധികം ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്നും ഉള്ളത് മാത്രമല്ല, ഇതിന്റെ പ്രമേയവും ആഖ്യാനവും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. രശ്മി അനുരാജാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അടുത്തത് റബേക്കയാണ്. രാജീവ് ശിവശങ്കർ എഴുതിയത്. ഇത് അത്യാവശ്യം ആളുകളിലേക്ക് എത്തിപ്പെട്ട ഒരു പുസ്തകമാണ്. DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 280 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. മലയാളി സമൂഹം ഏറ്റവും ഞെട്ടലോടെ കേൾക്കുകയും ഏറെ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അടുത്തത് ചാവുനിലാണ്. PF മാത്യൂസിന്റെ DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 220 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഇതും അത്യാവശ്യം ആളുകളിലേക്ക് എത്തിച്ചേർന്ന ഒരു പുസ്തകമാണ്. ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. ഒരു ക്രിസ്തീയ വിശ്വാസങ്ങളിൽ കൂടെ ഉടലെടുത്ത ഒരു ഗ്രാമം, പക്ഷെ അതിൽ തന്നെ ശാപമേറിയ ഒരു ഭാഗം. അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീവിച്ചു പോകുന്ന ആളുകൾ പിന്നീട് മരണപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ ആ ശാപങ്ങൾ മറ്റുള്ള അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാർക്ക് കൂടി ഏൽക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ കഥയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ 3 സജഷൻസ് ആണ് ഇന്ന് എനിക്കുള്ളത്. താങ്ക്